അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. ഈ തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം എന്ന് പറയുന്ന സ്ഥാപനം ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ സാധുക്കളായ രോഗികൾക്ക് ഒരുപാട് പേർക്ക് മെഡിസിൻ മേടിച്ചു കൊടുക്കുന്ന, ബാക്കിയുള്ള ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. കടയ്ക്കലായിരുന്നു അത് സ്ഥിതി ചെയ്തുകൊണ്ടിരുന്ന 7 വർഷം. ഇപ്പോഴാണ് നമ്മൾ ഒരു 4 മാസം കൊണ്ട് നിലമേലോട്ട് മാറ്റിയത്. പലരും ചോദിച്ചത് കൊണ്ടാണ് ഇത് ഞാൻ ഇപ്പോൾ അറിയിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 50, 51, 52, 53 ആയത്തുകളാണ്. ഈ ആയത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ആയത്തിൽ ആണ് ഇതിൻ്റെ സൂറത്തുൽ ബഖറ എന്ന് പേര് കിട്ടാൻ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബഖറ എന്ന് പറഞ്ഞാൽ പശു. അങ്ങനെ പേര് കിട്ടാനുള്ള കാരണവും ഈ ആയത്തിൽ പറയുന്നു. നമുക്ക് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഫറഖ്നാ ബികുമുൽ ബഹറ ഫഅൻജയ്നാകും വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ. വഇദ് വഅദ്നാ മൂസാ 40 ليلة ثم اتخذتم العجل من بعده وأنتم ظالمون ثم عفونا عنكم من بعد ذلك لعلكم تشكرون. وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون. മൂസാ നബിയെയും അല്ലാഹ് വിളിക്കുന്നു, കയ്യിലെ വടികൊണ്ട് നദിയെ ഒന്നടിക്കേണേ. മൂസാ നബിയോട് അല്ലാഹു പറയും. മൂസായും അതുപോലെ ചെയ്തപ്പോൾ നദിയുമേ വഴിയായി മാറിയേ, അത്ഭുതം തന്നാണേ. മൂസായും കൂട്ടരും വഴിയെ നടക്കുന്നു, മറുകര ചെന്നീതാ തിരിഞ്ഞൊന്ന് നോക്കുന്നു. ആ സമുദ്രത്തിൽ മൂസാ നബി അലൈഹി സ്വലാം അടിച്ചപ്പോൾ, വടികൊണ്ട് അടിച്ചപ്പോൾ അതൊരു ഇടവഴിയായി മാറി. ഇത്തിരി വീതിയുള്ള, നമ്മളിപ്പോൾ സാധാരണ പറയുന്ന ഇടവഴി, അത് വീതിയുള്ളതായിരുന്നു. അങ്ങനത്തെ നല്ല ഒരു വഴി ആയി മാറി. ആ വഴിയെ കൂടെ അവർ അങ്ങ് മറുകര കടന്നു. കാണുന്ന കാഴ്ചയും അത്ഭുതം കൂറുന്നു, വെള്ളത്തിലവരെയും മുക്കുന്ന കാഴ്ചയാ. മൂസാ നബിയും കൂട്ടരും ആ സമുദ്രത്തിൽ നിന്ന് നടന്ന് മറുകരയെത്തി. മറുകര എത്തിയിട്ട് ഇവർ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഫിറഔനും കൂട്ടരും ആ നദിയുടെ നടുക്കയത്തിലെത്തി. അപ്പോഴാ ഈ സമുദ്രം ഒന്നാവുകയും അവരെ എല്ലാം മുക്കിക്കൊല്ലുകയുമാണ് ചെയ്യുന്നത്. ആ രംഗമാണ്. ഫറോവായും മുങ്ങുന്നു, കുടുംബവും മുങ്ങുന്നു, നദിയുമേ വേഗത കൂട്ടി ഒഴുകുന്നു. ഈയുള്ള സംഭവം എല്ലാം സ്മരണീയം തന്നെയാ ഓർക്കണം നല്ലതാ.
അല്ലാ പറയുന്നു, അതുപോലെ തന്നെ ഞാൻ മൂസാ നബിയോട് കൽപ്പിച്ചു ഒരു കാര്യം. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു കാര്യം അള്ളാഹു കൽപ്പിക്കുകയാണ്. 40 രാത്രിയും ഭജനമിരിക്കേണം, സീനാ പർവ്വതം തന്നെയാ സ്ഥലവുമേ. തൗറാത്ത് നൽകാനാ റബ്ബിൻ്റെ കൽപ്പന, ശിരസാവഹിച്ചങ്ങ് മൂസായും പോയല്ലോ. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികളെ സീന മരുഭൂമിയിലാക്കിയിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് സീന പർവ്വതം തേടി പോവുകയാണ്. അവിടെ 40 ദിവസം ഇരിക്കണം, ഭജനം ഇരിക്കണം. അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അങ്ങനെ പോവുകയാണ് മൂസാ നബി അലൈഹി സ്വലാം ഇവരെവിടെ മരുഭൂമിയിലാക്കി. മൂസായും പോയല്ലോ, ശേഷവും നിങ്ങൾ താന്തോന്നി തന്നെയായി ജീവിതം മുന്നോട്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയതിന് ശേഷം ഈ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അനുയായികൾ താന്തോന്നിത്തരം കാണിക്കാൻ തുടങ്ങി. അവരുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങി. അതാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങളിലുള്ളവർ പശുക്കുട്ടി ഒന്നീനെ ഉണ്ടാക്കി പൂജിക്കാൻ തുടങ്ങിയ കാര്യവും അതൊക്കെയും മാപ്പാക്കി ഞാനുമേ തന്നില്ലേ, എന്തിനാ തന്നത് ഇനിയുമേ നന്നാവാൻ. മൂസാ നബി അലൈഹിസ്സലാം പോയ തക്കം നോക്കി അതിലൊരു വിരുദ്ധനൊരു പശുക്കുട്ടിയെ ഉണ്ടാക്കി. എന്നിട്ട് അതിൽ കൃത്രിമ വേലകൾ ചെയ്ത് അതിനെ നമ്മളിപ്പോൾ ഇവിടത്തേക്ക് പശുക്കൾ വിളിക്കുന്നതിനൊക്കെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കി കൃത്രിമ വേലകൾ ചെയ്ത് ഉണ്ടാക്കി. ഇസ്രായേലിലെ അതിബുദ്ധിമാന്മാരാണ്. ഇതുപോലുള്ള കൃത്രിമ വേലകൾ ഉണ്ടാക്കാൻ വലിയ മിടുക്കന്മാരാണ്. അങ്ങനെ ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി അതിന് കൃത്രിമമായിട്ട് ഇതൊക്കെ ചെയ്ത് അതിനെ വിളിക്കാനുള്ള, ആ പശുക്കുട്ടി വിളിക്കാനൊക്കെ ഉള്ള ഒരു സംവിധാനം അവരുണ്ടാക്കി. മൂസാക്ക് തൗറാത്തും കൊടുത്ത് ഞാൻ അങ്ങോട്ട് വിട്ടതും നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയില്ലേ. ഇവയെല്ലാം അല്ലാഹു നബിയോട് പറയുന്ന രംഗമാ ഓർക്കേണം നമ്മളും നന്നായി. എന്ത്? ഇവയെല്ലാം അല്ലാഹു നബിയോട് പറയുന്ന രംഗമാ ഓർക്കേണം നമ്മളും നന്നായി. ഇതെല്ലാം ലോകഗുരുവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കുകയും അതിനവരെ കൃത്രിമ വേലകൾ ചെയ്ത് അതിനെ വിളിക്കാനുള്ള ഓരിയിടാനുള്ളതായ ഒരു കുതന്ത്രം ഉണ്ടാക്കുകയും അങ്ങനെ ബാക്കിയുള്ളവർ ഇത് കണ്ടപ്പോൾ തോന്നി ഇതാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അങ്ങോട്ട് പൂജിക്കാനും തുടങ്ങി. അങ്ങനെ പൂജിച്ചത് പോലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു. എന്നിട്ടും അവർ നന്ദി കാണിച്ചില്ല എന്നാണ്. അപ്പോൾ ഇസ്രായേലിൽ നന്ദിയില്ല കൂട്ടരാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ഖുർആനിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഫറഖ്നാ ബികുമുൽ ബഹ്റ. അല്ലാഹു പറയുകയാണ്, നിങ്ങളെ കൊണ്ട് ഞാൻ സമുദ്രത്തെ പിളർക്കുകയും. എങ്ങനെ? വഇദ് ഫറഖ്നാ ബികുമുൽ ബഹ്റ. നിങ്ങളെ കൊണ്ട് ഞാൻ സമുദ്രത്തെ പിളർക്കുകയും എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു. ആ വടി കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയുകയാണ്, മൂസാ
ആ സമുദ്രത്തിലേക്ക് ഒന്ന് അടിക്കുക, നിങ്ങൾക്ക് വഴിയെ ഞാൻ എളുപ്പമാക്കി തരും. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ആ വടി കൊണ്ട് ആ സമുദ്രത്തിൽ അടിക്കുന്ന രംഗമാണ് അല്ലാഹു പറയുന്നത്. എന്നിട്ടോ വഅൻജൈനാകും, എന്നിട്ട് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തുകയും വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻളുറൂൻ, എന്നിട്ട് നിങ്ങൾ മറുകരയിലെത്തി. അവിടെ ചെന്നിട്ട് നിങ്ങൾ തിരിഞ്ഞങ്ങോട്ട് നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്താണ്? ഫിർഔനെയും കുടുംബത്തെയും വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയും ചെയ്ത സന്ദർഭം അത് സ്മരണീയമാണ്. അള്ളാഹു പറയും, ഇവരെല്ലാം രക്ഷപ്പെടുത്തി ഇപ്പുറത്ത് കയറ്റി. എന്നിട്ട് ഇവരെ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കോ ഫറോവയും കൂട്ടനും വെള്ളത്തിൽ മുങ്ങി ചത്തുകൊണ്ടേയിരിക്കുക. അത് സ്മരണീയമാണ്, അത് ഓർക്കണം. വീണ്ടും അള്ളാഹു പറയുകയാണ്, വഇദ് വഅദിനാ മൂസാ 40 ലൈല, അപ്രകാരം തന്നെ ഞാൻ മൂസാ നബിയോട് 40 രാത്രി വാഗ്ദാനം ചെയ്ത സന്ദർഭവും സ്മരണീയമാണ്. അപ്പം അള്ളാഹുവാണ് പറഞ്ഞ് 40 ദിവസം പോയി അവിടെ ഭജനമിരിക്കണം. എവിടെ? ثم اتخذتم العجل من بعده وأنتم ظالمون. മൂസാ നബി എങ്ങോട്ടാണ് പോയത്? സീനാ പർവ്വതത്തിലേക്കാണ് പോയത്. ثم اتخذتم العجل من بعده وأنتم ظالمون. പിന്നീട് മൂസാ നബി അലൈഹിസ്സലാം പോയതിന് ശേഷം നിങ്ങൾ അക്രമികളായി കൊണ്ട് ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ പൂജിക്കാൻ തുടങ്ങി. മൂസാ നബി പോയതിന് ശേഷമാണ് ഇതിൻ്റെ വിശദീകരണം. ഇൻഷാ അല്ലാഹ് ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം ആരാണ് പശുക്കുട്ടിയെ ഉണ്ടാക്കിയതെന്നും എന്താണ് അവർ ചെയ്തതെന്നും ഒക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ثم عفونا عنكم من بعد ذلك لعلكم തഷ്കുറൂൻ. ഇതെല്ലാം അള്ളാഹു പറയാണ്, ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ടും, ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ ചെയ്തിട്ടും ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകിയില്ലയോ? ആ മാപ്പ് നൽകിയത് എന്തിനാണെന്നറിയുമോ? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി തീരുവാൻ വേണ്ടിയാണ്. മാത്രവുമല്ല, വഇദ് ആതൈനാ മൂസൽ കിതാബ വൽ ഫുർഖാന ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗം നേടാൻ വേണ്ടി ഞാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേദവും നൽകിയില്ലേ? സത്യം ഏതാണ് കളവ് ഏതാണ് എന്ന് വേർതിരിക്കാനുള്ള കഴിവും ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലേ? ഈ കാര്യങ്ങളെല്ലാം സ്മരണീയമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇസ്രായേലിയരുടെ സ്വഭാവങ്ങൾ. ഇനി 51-ാമത്തെ ആയത്തിൻ്റെ ആ വിശദീകരണം, ആ പശുക്കുട്ടി ഉണ്ടാക്കിയില്ല അതിൻ്റെ വിശദീകരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ വിശദീകരണം, ചെങ്കടൽ തീരം വിട്ട ശേഷം മൂസാ നബി അലൈഹിസ്സലാം കൂട്ടരും സീനാ മരുഭൂമിയിലെത്തി. ചെങ്കടൽ തീരം വിട്ടതിന് ശേഷം, ആ മറുകര വിട്ടതിന് ശേഷം മൂസാ നബി അലൈഹിസ്സലാമും അവരുടെ അനുയായികളും സീനാ മരുഭൂമിയിലെത്തി. അവിടെ താമസമുറപ്പിച്ചു. എന്നിട്ട് തൗറാത്ത് നൽകാമെന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനം അനുസരിച്ച് മൂസാ നബി അലൈഹിസ്സലാമിനാണ് തൗറാത്ത് എന്ന് പറയുന്ന വേദഗ്രന്ഥം ഇറക്കപ്പെട്ടു. അപ്പോൾ അത് അള്ളാഹു കൊടുക്കാമെന്ന് പറഞ്ഞു. 40 ദിവസം അവിടെ വരണമെന്ന്, അതാണ് പറയാൻ പോകുന്നത്. അങ്ങനെ ആ തൗറാത്ത് കൊടുക്കാമെന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനം അനുസരിച്ച് മൂസാ നബി അലൈഹിസ്സലാം സീനാ പർവ്വതത്തിലേക്ക് പോയി.
ഇവരെ എവിടെയാണ് ഇരുത്തിയത്? സീന മരുഭൂമി. അവിടെ നിന്ന് ഒരുപാട് കിലോമീറ്റർ ഉണ്ട് സീന പർവ്വതത്തിലേക്ക്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം നടന്ന് സീന പർവ്വതത്തിലേക്ക് പോവുകയാണ് അള്ളാഹുവിൽ നിന്ന് ആ തൗറാത്ത് കരസ്ഥമാക്കാൻ. 40 ദിവസം അവിടെ ഭജന ഇരുന്നെങ്കിൽ മാത്രമേ ഇത് കരസ്ഥമാക്കാൻ പറ്റുകയുള്ളൂ. അത് കഴിഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാം ആ സീന പർവ്വതത്തിൽ 40 ദിവസം ഭജനമിരിക്കുകയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം മൂസാ നബി അലൈഹിസ്സലാമിന് കിട്ടുകയും ആ തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥവുമായി മൂസാ നബി അലൈഹിസ്സലാം ഈ മരുഭൂമിയിലുള്ള മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അനുയായികളുടെ അടുക്കലേക്ക് വരികയും ചെയ്യും. അദ്ദേഹം വന്നപ്പോൾ കണ്ട കാഴ്ച വളരെ ഭയങ്കരമായി അദ്ദേഹത്തിൻ്റെ മനസ്സാകെ വേദനിച്ചു. വളരെ ദുഃഖിതനായി മൂസാ നബി അലൈഹിസ്സലാം എന്നാണ് ഇതിൽ പറയുന്നത്. വളരെ ദുഃഖിതനായി ഇവരുടെ ഈ കോപ്രായങ്ങൾ കണ്ടു. എന്താണ് കോപ്രായം? ഈ സാമിരി എന്ന് പറയുന്ന ഒരു ഹമുക്കുണ്ടായിരുന്നു. സാമിരി ഒരാളുണ്ടായി. ഈ സാമിരി എന്ന് പേരായ ഒരു വ്യക്തി ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി. അവൻ കലയിൽ വളരെ വിദഗ്ധനാണ്. ഈ സാമിരി എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അതിവിദഗ്ധനാണ്. കളിമണ്ണ് കൊണ്ട് അതിൽ ചില കുതന്ത്രങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് ചില കാര്യങ്ങളെല്ലാം അതിലോട്ട് അങ്ങോട്ട് ഉൾപ്പെടുത്തിയിട്ട് അതിനെ ഒന്ന് സംസാരിപ്പിക്കാൻ തുടങ്ങി. എങ്ങനെ? നമ്മളെ ഈ കന്നാലികളൊക്കെ വിളിക്കുന്ന കണക്കും അമർണക്കും ഒക്കെ ഉള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി. അങ്ങനെ ആ കൃത്രിമങ്ങൾ കാണിച്ചപ്പോൾ ഇതിങ്ങനെ ശബ്ദിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോഴോ ബാക്കിയുള്ള ഇസ്രായേലിൽ ഭ്രമിച്ചു. ഓ, ഇത് ദൈവം തന്നെയാണ്, ഇത് അള്ളാഹു തന്നെയാണ്. ഇസ്രായേലർ അതിനെ പൂജിക്കാൻ തുടങ്ങി. അള്ളാഹുവാണ്, ഇത് ഇലാഹാണ്, അല്ലെങ്കിൽ ഇത് സംസാരിക്കുമോ ഇല്ലെങ്കിൽ ഇത് ഓരിയിടുമോ എന്നൊക്കെയുള്ള അഭിപ്രായത്തിൽ ഇവരങ്ങോട്ട് പൂജ തുടങ്ങി. ആ സംഭവമാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. ഇങ്ങനെ ഈ ഒരു പശുക്കുട്ടിയെ സാമിരി ഉണ്ടാക്കി അതിനെ ഓരിയിടാനുള്ളതായ ഒരു കഴിവും കൊടുത്ത് അവരങ്ങനെ പൂജ തുടങ്ങിയത് കൊണ്ടാണ് ഈ സൂറത്തിൽ ബഖറ എന്ന് ബക്കറ എന്ന് പറഞ്ഞാൽ പശു എന്ന് പേര് കിട്ടാൻ കാരണം. മനസ്സിലായല്ലോ? അള്ളാഹു എല്ലാം മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അർഹമുറാഹിമായ രാജാതിരാജനായ മലിക്കിൽ ജബ്ബാറായ അള്ളാഹുവേ, ഇതിലെ എല്ലാ അംഗങ്ങൾക്കും ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സ് കൊടുക്കണേ റഹ്മാനെ. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അവരുടെ കുടുംബങ്ങൾ നിന്നാരെല്ലാം മരണപ്പെട്ട് ഖബറുകളിലാണോ അവർക്കൊക്കെയും മഗ്ഫിറത്തും മർഹമത്തും സലാമത്തും സ്വർഗവും കൊടുക്കണേ അല്ലാ. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘത്തെ ആശ്രയിച്ച് കഴിയുന്ന ഹൃദയ സംബന്ധമായ രോഗികൾക്ക് സൗജന്യമായി മെഡിസിൻ തരുന്നവരുണ്ട്, പൈസ തരുന്നവരുണ്ട്. അവരെയെല്ലാം നീ സഹായിക്കണേ റഹ്മാനെ. അവരെ ഒരിക്കലും നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും നീ അവരെയെല്ലാം രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഈ സ്ഥാപനത്തെ നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ഖുർആനും ഇതിൻ്റെ അർത്ഥങ്ങളും ഇതിൻ്റെ ആശയങ്ങളും മനസ്സിലാക്കാൻ ലക്ഷോപലക്ഷക്കണക്കിന് ജനങ്ങളെ നീ ഇതിൽ കൊണ്ടുവരണേ റഹ്മാനെ. നീ അതിന് തൗഫീഖ് ചെയ്യണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ ആമീൻ ആമീൻ. നാളെ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.